സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സാറെ, തമിഴ്നാട്ടിൽ നിന്ന് വിജയ്ക്ക് വലിയൊരു ആശ്വാസ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്വന്തം ഭാര്യ സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ച് അവർ ഒരു രമ്യതയിലെത്തി. ചുരുക്കി പറഞ്ഞാൽ വിജയ് തൻ്റെ പ്രതിച്ഛായ ഒരു പടി കൂടി ഒന്ന് മെച്ചപ്പെടുത്തി. വമ്പൻ രീതിയിലുള്ള പ്രതിച്ഛായ നിർമ്മിതി അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രവേശന കാലം മുതൽ ഇന്നോളം നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിജയ്ക്ക് രാഷ്ട്രീയ ഭാവി ഇനി ഉണ്ടാകും എന്ന് കരുതേണ്ടി വരും. കാരണം അദ്ദേഹം ഒരു നടൻ എന്നതിലുപരി ഒരു പക്കാ രാഷ്ട്രീയക്കാരനെന്നൊരു വിലയിരുത്തൽ നമുക്കുണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിലുണ്ടായിരുന്ന ആ ഒരു കറയും ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തണം സാർ? നമ്മള് പണ്ട് പറയത്തില്ലേ, ആദ്യം നമ്മൾ വീട് നന്നാക്കണം, വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങണമെന്ന് പറയും അല്ലേ? അതൊരു പൊതു തത്വമാണത്. ഇപ്പൊ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാനും പ്രേമനും വലിയ ആദർശവാദികളും മറ്റൊക്കെയാണ്, നമ്മൾ നാട്ടുകാരെ നന്നാക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നിന്റെ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളതായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അത് പോയി തീർത്തേച്ചു വന്ന് പറയും. ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. വിജയ് ഒരു വലിയ തുടക്കമിട്ടിരിക്കുകയാണ്. അല്ല സാർ, ഈ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് വിജയ് ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് വലിയ ആദരവ് കൊടുക്കുന്ന ഒരു ജനസമൂഹമാണ്. അവർ എല്ലാവരെയും അമ്മ എന്നാണ് വിളിക്കുന്നത് പോലും. അപ്പോൾ വിജയുടെ ഭാര്യ എന്നതിലപ്പുറം 2 കുട്ടികളുടെ മാതാവും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു അംഗീകാരം കൂടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി വല്ലാണ്ടങ്ങ് വലുതാവുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു അഡീഷണൽ, ഒരു ബോണസാണ്. വിജയ്ക്ക് കിട്ടിയ ഒരു ബോണസ് തന്നെയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് നമുക്കറിയാം, അവിടെ ചിഹ്ന വീടെന്ന് പറയുന്നത് ഒരു നിയമവിരുദ്ധമൊന്നുമല്ല അല്ലേ? ചിഹ്ന വീട് നിയമവിരുദ്ധമല്ല അവിടെ. അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ട്. അതെ 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 അതെ. അപ്പൊ അത് പിന്നെ MGR കാലത്തുണ്ടായില്ലേ, രാജാവിൻ പിന്നെ റാണിയെ പൊക്കം എന്ന് പറഞ്ഞ പാട്ടൊക്കെ MGR ജയലളിത എന്നൊക്കെ പറഞ്ഞില്ല. അവരെ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ എന്ന് കരുതിയിട്ട് അവർ തമ്മിൽ അവിഹിതം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ജാനകി എന്നൊരു ഭാര്യയെ കുറിച്ച് നമുക്കറിയത്തുള്ളൂ. പക്ഷെ ചിഹ്ന വീട് തമിഴ്നാട്ടിലെ ഒരു സംഭവമല്ല. കരുണാനിധിക്ക് എത്ര 3 ഭാര്യമാരല്ലേ? 3 ഭാര്യമാരിലല്ലേ മക്കളെ? പോയപ്പോ 2 പേരെയാണ് അതിന്റെ ദൃശ്യങ്ങളുള്ളത്. എനിക്ക് കൃത്യ എണ്ണം അറിയില്ല. 2 പേരാണെന്നാണ് തോന്നുന്നത്. ആദ്യം ഒരു മൂത്ത മകനുണ്ട്, ഏറ്റവും മൂത്ത മകൻ. അത് ഈ അടുത്ത സമയത്ത് മരിച്ചു, പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. 3 ഭാര്യമാരോ മറ്റോ ആണ് കരുണാനിധിക്കുള്ളത് ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ വന്ന് കനിമൊഴിയും പിന്നെ വേറെ പിന്നെ സ്റ്റാലിനും പിന്നെ വേറൊരു 3ാമത്തെ ഭാര്യയിലെ മകനോ മറ്റോ ആണ്. അങ്ങനെയാണ് പിന്നെ അവിടുത്തെ ഒരു ഇക്വേഷൻ നിൽക്കുന്നത്. അപ്പൊ അവിടെ അതൊന്നും ഒരു സംഭവമല്ല. ചിന്ന വീടെന്ന് പറഞ്ഞ 2 പിന്നെ ഭാര്യമാർ. പഴയ കാലഘട്ടമൊന്നുമല്ലോ. മുല്ലപ്പെരിയാറിൽ അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകി പോയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇപ്പൊ പുതിയ കാലത്ത് ആ പഴയ രീതിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പുതിയ കാലത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെടുത്തങ്ങ് ഉടുത്തു കളയും. അപ്പൊ ആ രീതിയിൽ നിന്ന് വിജയ രക്ഷപ്പെട്ടു. അത് സത്യമാണ് പറയുക. എങ്കിൽ പോലും വിജയെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആ കൾച്ചർ പൂർണ്ണമായിട്ട് അവിടെ മാറിയിട്ടില്ല കേട്ടോ, പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ തൃശ്ശിയൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ ഈ ആരോപണ സ്വഭാവം വന്ന ആള്, പിന്നെ പ്രധാനപ്പെട്ട നടി അദ്ദേഹത്തിന്റെ നായികയായിട്ട് അഭിനയിച്ചതാണ്. അവര് സത്യപ്രതിജ്ഞയ്ക്ക് വന്നിരുന്നല്ലോ. അല്ല, അതിനുശേഷം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന് ഇത് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തൃശ്ശിയോട് പോലും വലിയൊരു അകൽച്ച അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് പൊതുവിൽ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ഒടുവിൽ വിജയ് തൃഷ അത് വാർത്ത വരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ അറസ്റ്റോട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന തരത്തിൽ. അതുവരെ വിജയുടെ കാര്യം ഒരു ക്ലീനാണ്. കറക്റ്റ്. അതാണ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വിജയ്ക്ക് ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബ്ലാക്ക് മാർക്കുകൾ ഒന്നും ഇല്ലായിരുന്നു. സത്യമാണ്. ആകെ കൂടെ ഒരു ബ്ലാക്ക് മാർക്ക് വന്നത് ഈ പറയുന്ന തൃശ്ശയുമായിട്ട് ബന്ധപ്പെടുത്തി വന്ന ആരോപണങ്ങളാണ്. ആ ആരോപണം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ ഒരു വലിയ ഒരു ദുരന്തമൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അത് രണ്ടും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന സംഗതിയാണ്. അത് പിന്നെ ആരാധന മൂത്തതാണ്. അത് പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒന്നും ചെയ്യാനൊക്കാത്തൊരു സാഹചര്യമാണ്. തമിഴ്നാട്ടിലെ കൾച്ചർ അങ്ങനെയാണല്ലോ. ആരാധന മൂത്ത. ഇപ്പൊ എംജിആറിന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ തയ്യാറായി അല്ലേ? കിഡ്നി എന്ന് പറയുന്ന അവയവത്തിന്റെ ഏതാണെന്ന് പോലും അറിയാത്ത രീതിയിൽ പണ്ട് ജപ്പാനിൽ നിന്ന് വന്ന ഡോക്ടർമാരുടെ അല്ലേ, അവര് പഴയ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അറിയാറുണ്ട്. അതേപോലെ തന്നെ MGRനെ തിരശ്ശീലയിൽ വെച്ചെങ്ങാനും കത്തിയോ തോക്കോ പോയി കഴിഞ്ഞാൽ അരയിൽ നിന്ന് കത്തി എറിഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹമാണ്. കാരണം അവർക്ക് വീരാരാധനയാണ്.
ആ വീരാരാധനയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇന്നും വിജയ് ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഒരു പ്രചരണം പരസ്യമായിട്ട് നടത്തി കഴിഞ്ഞാല് അതിന്റെ പുറകിൽ ഓടാൻ ആളുണ്ടാകും. ആയിരങ്ങളും പതിനായിരങ്ങളും ഓടും. തിക്കി തിരക്കി അദ്ദേഹത്തെ ഒന്ന് തൊടാനും കാണുന്നതിനുമായിട്ട് ആളുകൾ നിൽക്കും. അത് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രേംനസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പൊ മോഹൻലാലെ മമ്മൂട്ടിയെ തരത്തിൽ പ്രചരണത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്ന ഓടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ പിന്നെ മരണത്തിന് ഇടയാക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾക്ക് മലയാളികളാരും നിൽക്കത്തില്ല. പക്ഷെ തമിഴിന്റെ കൾച്ചർ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, പക്ഷെ അതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ വിജയ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയൊക്കെ മെച്ചപ്പെടുത്തി കുറേയധികം വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്, കുറേയൊക്കെ കർശനമായ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു, ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ വിജയ്ക്ക് അപ്പുറം ഈ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഒരു ദേശീയ പ്രസ്ഥാനവുമായിട്ട് അവർ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു മുന്നണിയുമായി ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു തുറന്ന സഖ്യമാണോ എന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങനെയായിരിക്കും? രാഷ്ട്രീയ ഭാവി അതുകൊണ്ട് തന്നെയാണ് സംഗീതമായിട്ടുള്ള വിവാഹ ബന്ധം, ആ വിവാഹമോചന ഹർജി സംഗീത പിൻവലിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിനെ ഒരു വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു പിന്തുടർച്ച വേണം, അല്ലേ? അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് വേണം. അദ്ദേഹത്തിന്റെ മക്കൾ അതിനുള്ള ആയിട്ടില്ല. ഇപ്പൊ 99 മറ്റു വിവാഹം നടന്നിരിക്കുന്നത്. അപ്പൊ 26-27 വയസ്സേ ആയിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ മക്കളെ ഇറക്കത്തക്ക ഒരു സാഹചര്യങ്ങളായിട്ടില്ല. പിന്നൊരു പിന്തുടർച്ച വേണം. MGR ഒരു ജാനകി ഉണ്ടായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ സിനിമാ രംഗത്തു നിന്നാണെങ്കിൽ ഒരു ജയലളിത ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ സപ്പോർട്ടായത്. കരുണാനിധിക്കാണെങ്കിൽ 3 കുടുംബങ്ങൾ, ഒരു കുടുംബത്തിലെ മക്കൾ വന്നിട്ട് മറ്റേ 2 ഭാര്യയിലെ മക്കളുമാർ രാഷ്ട്രീയത്തിൽ വന്നിരുന്നു. പക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഘടകം നിൽക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പിന്തുടർച്ചാവകാശം. അതേപോലെ തന്നെ അമ്മ എന്ന് പ്രേമൻ പറഞ്ഞില്ലേ, തമിഴ് മക്കളോടെ അമ്മ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളിക്കാൻ ഒരു അടുത്തൊരാൾ അവകാശി വരികയാണ് അവിടെ, അല്ലേ? തീർച്ചയായിട്ടും സംഗീതയ്ക്ക് ആ ഒരു വലിയ സാധ്യത തെളിഞ്ഞു വരികയാണ്. ചരിത്രം നോക്കുമ്പോ MGRന്റെ ഭാര്യയേക്കാൾ പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാക്കിയത് ജയലളിതയാണ്. വിജയുടെ ഭാര്യയേക്കാൾ അപ്പോ തൃശയായിരിക്കുമോ? ഇല്ല, അവിടെ നിന്ന് പറഞ്ഞ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ അത് ദീർഘനാളത്തെ തന്നെ അവർ എത്ര സിനിമകളാണ്, സിനിമ തന്നെ കാലം തന്നെ എടുത്താൽ മതി. 16-ാമത്തെ വയസ്സിൽ MGRന്റെ നായികയായതാണ്, അല്ലെ? അന്ന് MGR 40-42 വയസ്സോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ്. പിന്നെ എത്ര വർഷമാണ് ആ ബന്ധം നിലനിന്നത്? എത്ര വർഷത്തെ ബന്ധങ്ങളാണ് അവർ നിന്നത്? പിന്നെ തമിഴ് മക്കൾക്കിടയില് ഇപ്പൊ ഈ പുതിയ ടെലിവിഷനും മറ്റേ ന്യൂ ജൻ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ആകെ കൂടെ സിനിമാ തിയേറ്ററുകളല്ലേ ഉണ്ടായിരുന്നുള്ളത്. ഈ സിനിമാ തിയേറ്ററുകളിൽ ഇവരുടെ സിനിമകൾ 100 ദിവസം, 150 ദിവസം, 200 ദിവസമൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിലത് വർഷങ്ങൾ വരെ ഓടിയ സിനിമകളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവരുടെ തമ്മിലിടയിലുള്ള റാപ്പോ വലിയ ശക്തമായ അടുപ്പമായിരുന്നു, അടുപ്പമായിരുന്നു. MGR എന്ന് പറഞ്ഞ തൊട്ടടുത്ത് ജയലളിത എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്കായിരുന്നു. പക്ഷെ ജാനകിയെ നമ്മൾ എപ്പോഴാണ് കാണുന്നത്? ജാനകി വളരെ അവസാനമാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ തമിഴ് സിനിമയിൽ ഇപ്പൊ അങ്ങനല്ല. വിജയിയുടെ ഒരു കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഒരു 50s വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. തൃശയുമായിട്ടോടൊപ്പം തന്നെ മറ്റൊരുപാട് നായികമാരുമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തൃശയുമായിട്ട് അങ്ങനെ വലിയ അടുപ്പം കൂടുതൽ. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം കറക്റ്റ് സമയത്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ കോവിഡിന് ശേഷം സൂപ്പർ താര ചിത്രങ്ങളൊക്കെ വലിയ ആൾക്കൂട്ടങ്ങളെ തിയേറ്ററിൽ സൃഷ്ടിക്കുക എന്ന് വലിയ പാടായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം ആളുകളുടെ ഒരു കാഴ്ചാ സംസ്കാരം വീടുകളിലേക്ക് മാറി. പിന്നെ മാസ് മൂവി കണ്ട് കൈയടിക്കാൻ വേണ്ടി തിയേറ്ററിൽ ഒത്തുകൂടേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നും കൈയടിക്കാം. അങ്ങനെ തിയേറ്ററിലുള്ള വരവൊക്കെ വല്ലാണ്ട് കുറയുന്നൊരു കാലഘട്ടത്തിൽ വിജയ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇനി തൻ്റെ സൂപ്പർ താര പദവി കൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല, തൻ്റെ ഉദ്ദേശ ലക്ഷ്യം രാഷ്ട്രീയത്തിലോട്ട് മാറ്റുക എന്നോട് തീരുമാനിച്ചുകൊണ്ട് അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം. വിജയല്ലേ രജനീകാന്ത് നേരത്തെ തന്നെ മനസ്സിലാക്കി. ഇപ്പൊ ഹോം തിയേറ്ററല്ലേ പറയുന്നത്? കമലഹാസൻ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി. പക്ഷേ ഇപ്പൊ ഹോം തിയേറ്ററുകളാണ്. ഇപ്പൊ പൊതു തിയേറ്ററുകൾ എവിടെയാണ്? ഒന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളും കാണുന്നു. തിയേറ്ററിന്റെ സംവിധാനങ്ങള് ഇപ്പൊ നമ്മള് ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് പോലെ തിയേറ്റർ വെക്കുന്നതിനായിട്ട് ഒരു മുറി തന്നെ, ഒരു മുറി ഇപ്പൊ അങ്ങനെ ഒരു പൈസ പണക്കാരുടെ സമയത്തുള്ള അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്നത് ഒരു മാസ് ഹിസ്റ്റീരിയ ഉണ്ടാകുന്നില്ല. ഒരു നടൻ തിയേറ്റർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴുണ്ടാകുന്ന, പണ്ട് MGR ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കയ്യടിയും ബഹളവും പോലത്തെ ഒരവസ്ഥ, അല്ലെങ്കിൽ പണ്ട് വിജയിയുടെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടാകുന്നില്ല. പാലഭിഷേകവും തേനാഭിഷേകവും ഒക്കെ കുറഞ്ഞു, അല്ലേ?
അതെ അതെ. മറ്റേ ആണെങ്കിൽ അങ്ങനെയല്ല, ലിറ്റർ കണക്കിന് പാല് കൊണ്ടുവന്ന് തിയേറ്ററിന് പിന്നെ സിനിമ റിലീസിന് മുമ്പായിട്ട് തന്നെ പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില പിന്നെ പരിപാടികളൊക്കെ ആണല്ലോ നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. അവിടെ പോയി തിയേറ്ററിന്റെ മുന്നിൽ പിന്നെ സിനിമ റിലീസ് ചെയ്യുന്നതിന് തലേ ദിവസം തന്നെ പോയി കാവൽ കിടക്കുക. ഇങ്ങനെയൊക്കെയുള്ള അന്ധമായ ആരാധനകൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് കുറഞ്ഞു വരുന്നെന്ന് പറഞ്ഞ ന്യൂ മീഡിയ, ഇപ്പൊ പറഞ്ഞ ന്യൂ മീഡിയകളുടെ കടന്നുവരവാണ്. അപ്പൊ നമുക്ക് സ്വകാര്യമായിട്ടിരുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇടിയും കൊണ്ടുവച്ച് പൈസകളെ കളയേണ്ട കാര്യമില്ല. അപ്പൊ അത് അതെ. ആ തലമുറ മാറ്റം, തലമുറകളിൽ ഉണ്ടായിരിക്കുന്ന സ്വഭാവ മാറ്റം രജനീകാന്ത് മനസ്സിലാക്കി, വിജയ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി. അതുകൊണ്ട് പ്രേമം പറഞ്ഞാൽ അത് ശരിയാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എൻട്രി വളരെ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു. വളരെ കൃത്യമായ സമയത്ത് തന്നെ എവിടെ വെച്ച് ആയുധം താഴെ വെക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ബോധ്യം വിജയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞതും സിനിമയുടെ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് അദ്ദേഹത്തിന് വിജയിക്കാനായതും. പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒരു വിജയമായിരുന്നില്ല. തമിഴ്നാടിന് ആകെ കൂടെ വിജയ് രാഷ്ട്രീയത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞത് ഒറ്റ സർവേ ഏജൻസിയാണ് പറഞ്ഞത്, അല്ലെ? TVക്ക് അതെ അധികാരത്തിൽ അതെ. വരുമെന്ന് പറഞ്ഞത് ഒരു സാധ്യത ഏജൻസിയാണ്. മാത്രം പറഞ്ഞു, ഉറപ്പാ ആരും പറഞ്ഞിരുന്നില്ല. അല്ല, പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ ADMKയ്ക്ക് അകത്തില് ആ സർവാധിപ എടപ്പാടി പളനിസ്വാമിയുടെ സ്വാധീനം നമുക്കറിയാം. ഇപ്പൊ ജയലളിത പോയി, പിന്നെ ശശികലയിലായിരുന്നു കുറച്ചെങ്കിലും ബാക്കി ഉണ്ടായിരുന്നത്. അവര് പോയി കഴിഞ്ഞാൽ പിന്നെ തമിഴ് പൊളിറ്റിക്സിൽ ആരുണ്ട് ബാക്കി? DMK മാത്രമേ ഉള്ളൂ. അതിലെ സർവശക്തനായ സ്റ്റാലിൻ, അല്ലെ? കരുണാനിധിയെ പോലെ തന്നെ സർവശക്തനായ സ്റ്റാലിൻ നിൽക്കുന്നു. തൊട്ട് ഇപ്പുറത്ത് 50% സപ്പോർട്ട് ചെയ്യത്തക്ക പോലെ ഉദയനിധി സ്റ്റാലിൻ നിൽക്കുന്നു. തമിഴ്നാട്ടിൽ എതിരാളികളില്ലാത്തൊരു പോസ്റ്റിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് പിന്നെ അവിടെ ഇല്ലല്ലോ, നമുക്കറിയാവുന്നത് പോലെ. എത്രയോ 19 വർഷമായിട്ട് തമിഴ്നാട് പൊളിറ്റിക്സ് കോൺഗ്രസിന് വലിയ റോളൊന്നുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴേ എതിരാളികളില്ലാതെ ഈസിയായിട്ട് വിജയിച്ച് കയറാം എന്ന് വിചാരിച്ചാണ് DMK തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. പക്ഷെ വിജയ് ഇത്രയും വലിയ ഓളം സൃഷ്ടിക്കുമെന്നുള്ളത്, പിന്നെ രാഷ്ട്രീയത്തിൽ പറഞ്ഞില്ലേ, കുറച്ച് സിനിമാക്കാരൻ്റെതായ ഒരു കൗതുകവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഇത്രയും വലിയൊരു ഓളം, കുറച്ച് ഭരണത്തിലെ സ്റ്റാലിനെ വരെ വീഴ്ത്താൻ കഴിയത്തക്ക ഒരു രാഷ്ട്രീയ സ്വാധീനം അല്ലെ യുവാക്കളുടെ ഇടയിൽ വിജയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഞെട്ടലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ മനസ്സിനെ കൂടെ നിർത്തണം. അതിനാദ്യം തന്നെ കുടുംബം നന്നാകണം. കുടുംബം നന്നാക്കി ഇനിയും ഒരു ഉദയനിധി സ്റ്റാലിൻ അത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് എന്റെ കുടുംബത്തെ സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് സംഗീതമാന തയ്യാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അതുകൊണ്ടാണ് കേസ് വിജയുടെ കുടുംബവും ഇതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് നടത്തിയ ഇടപെടലാണെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും നമുക്ക് ആ വിഷയം വൈൻഡപ്പ് ചെയ്താലും വിജയ്ക്ക് വലിയ ഒരു രാഷ്ട്രീയ ഭാവി നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന പോലെയല്ല, വലിയൊരു രാഷ്ട്രീയ ഭാവി ഇനി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് പൊതുവിൽ വിലയിരുത്തുന്നത്. ഏതായാലും നന്ദി സാർ, നന്ദി.